മാവേലിയാണോ? മാവേലി നമ്മുടെ ഓണത്തിന്റെ പ്രധാനപ്പെട്ട ആള് എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ച് നടക്കായിരുന്നു ഞങ്ങള്. ആളെ കിട്ടിയിട്ടുണ്ട്. ആള് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എപ്പോ വന്നു പാതാളത്തുനിന്ന്? രാവിലെ എത്തി. പേരെന്താ? എന്റെ പേര് ആനന്ദ്. എവിടെയാ? സ്ഥിരം മാവേലി വേഷം കിട്ടാറുണ്ടോ? ഇല്ല, ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് വേണ്ടി അത്താഘോഷത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടറിലെ എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാവേലിയുടെ നേരിട്ടുള്ള ആശംസയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഈ മഹാബലിയുടെ സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ നേരുകയാണ്. അത്തത്തിന് അന്ന് തന്നെ ഞങ്ങൾ മാവേലി എത്തിച്ചിട്ടുണ്ട്. മാവേലിയായിട്ട് സെലക്ട് ചെയ്തപ്പോ ആദ്യം തോന്നിയത് എന്താ? ആദ്യം തോന്നിയത് വളരെ നല്ലൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ പൊന്നുതമ്പുരാനായ പൂർണ്ണത്രിയേശൻ്റെ മണ്ണിലൂടെ മഹാബലിയായിട്ട് വാഴ്ന്ന് നടന്ന് പ്രജകൾക്ക് ഒരു പ്രചോദനവും അനുഗ്രഹവും കൊടുക്കാൻ പറ്റിയത് തന്നെ വളരെ ഭാഗ്യമാണ്. തികച്ചും ഞാനൊരു പൂർണ്ണത്രിയേശൻ ഭക്തനും കൂടിയാണ്. അപ്പോൾ പൂർണ്ണത്രിയേശൻ്റെ തിരുസന്നിധിയിലൂടെ ഈ രാജനഗരിയിലൂടെ മഹാബലിയായിട്ട് തന്നെ പ്രജകൾക്ക് നേരിട്ട് സന്ദർശനം നൽകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന പേരെന്താ പറഞ്ഞ ചേട്ടനെ? ആനന്ദിനോടല്ല കേട്ടോ, ഇത് ശരിക്കും മാവേലിയായി നമ്മൾ ആവാഹിക്കുക. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇയാള് സാധാരണ ഇങ്ങനെയാണ് പുള്ളി സംസാരിക്കുക. ഏകദേശം നല്ല കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഓർത്തു ഈശ്വരൻ ഇനി ആള് മാറിപ്പോയ നമ്മള് ഇത് ആവാഹിക്കാൻ. അരുൺ സാറിനും പ്രത്യേകം ഓണാശംസകൾ. അരുൺ സാറിന് ഒരു പ്രത്യേക ഓണാശംസയും കൂടി. ആരാ? കരിങ്കാളിക്കൂട്ടം. അയ്യോ, കുത്തുവോ? ഇല്ല. നിങ്ങൾ എവിടെ നിന്നുള്ള ടീം? ഞങ്ങൾ പട്ടാമ്പി, പള്ളിപ്പുറം. പള്ളിപ്പുറത്ത് നിങ്ങൾ വരാറിലാണോ എല്ലാ വർഷവും? അതെ, ഞങ്ങളിപ്പോ ഒരു 6 വർഷത്തോളം ഇവിടെ ചെയ്യുന്നുണ്ട്. അതെ. ഇത് തന്നെ കരിങ്കാളി? കരിങ്കാളി, കഥകളി, തെയ്യം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എല്ലാവരും കൊണ്ടുവരുന്നുണ്ടോ അതോ ഒരു പ്രാവശ്യം ഓരോന്നാണ്? അല്ല, വെറൈറ്റി കലാരൂപങ്ങൾ ചെയ്യും. ഞങ്ങൾ 5 പേരാണുള്ളത്. 5 പേര്. ഇതിൽ 10 ഉണ്ടാവും, 15 ഉണ്ടാവും. അങ്ങനെ വെറൈറ്റി. നിങ്ങൾ എവിടെ നിന്നുള്ള ടീമാ? ഞങ്ങൾ പാലക്കാട് പട്ടാമ്പി. പട്ടാമ്പി ടീം? അല്ല, ഡിഫറെന്റ്, വേറെ ടീമാണ്. ഞാനിപ്പോ 12th കഴിഞ്ഞിട്ട് ഒരു 3 വർഷമായിട്ട് 4 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും മുതിർന്ന ആളാരാ കൂട്ടത്തിലെ? എവിടെയാ? ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുതിർന്ന കരിങ്കാളി തേടി നടക്കാം. വിവേക്. ബുദ്ധിമുട്ടാണ് അറിയാൻ സംസാരിക്കാൻ. കഴിഞ്ഞോ? ഒരുക്കങ്ങൾ കഴിയാറായോ? അടുത്ത ആളാരോ? ഇവിടെ വേറെയുണ്ട് വേഷങ്ങൾ. ചേട്ടാ, ഈ വേഷവും കരിങ്കാളി തന്നെയാണ്? പട്ടാമ്പി. ഞങ്ങൾ 10 പേര്. നമ്മള് പൂർവികരായിട്ട് നമ്മള് ചെയ്തു വരുന്നതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ആദ്യമായിട്ടാണ് അത്തച്ചമയം കാണാൻ വരുന്നത്. ഇവിടെ കണ്ണും തള്ളി നിൽക്കുകയാണ് ഓരോന്ന് കാഴ്ചയും കണ്ടിട്ട്. അരുതശ്വതി, അരുത്, സാഹസം വേണ്ട. വാഴനാരാണ് ഏട്ടാ? ഇതെന്താ? ഒരു ചെടി ഉണ്ട്. ആ ചെടി നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന്റെ തൊലിയില്ലേ, ആ സാധനമാണത്. അരമണി നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മളിത് ഇളക്കിയാണ് നടക്കല്? അല്ല, കളിയുണ്ട്. സ്റ്റെപ്പ് എങ്ങനെ? ഒരെണ്ണം വെക്ക്. ഇപ്പോഴാ ഒരു സ്റ്റെപ്പ് ഒറ്റ എനിക്ക് തള്ളിയിടാൻ ഞങ്ങളില്ല കേട്ടോ. അപ്പൊ ഹാപ്പി ആണോ? ഇനി എന്താ അശ്വതി കാണണ്ടേ? ആരായത്? നമ്മൾ നേരത്തെ കണ്ടപ്പോ ഇവരൊന്നും കയറി ഇരിപ്പായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇൻസ്റ്റ ദൃശ്യങ്ങൾ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഹലോ, വേഷം ഏതാ? ഇത് വരാഹമൂർത്തി. പേരെന്താ? എന്റെ പേരാണോ? എന്റെ പേര് സന്തോഷ്. സന്തോഷമാണോ എന്നാണ്? ഇവിടെ 3 വർഷമായി. ഈ വരാഹം തന്നെയാണ്? അല്ല, വേറെ ആയിട്ട് ബോർഡായിട്ട് തന്നെ വന്നിട്ടാണ്. ഇത് വീരഭദ്ര വൈക്കം വീരഭദ്ര.
ഇങ്ങനത്തെ വേഷങ്ങളാണോ അതോ മറ്റെന്തൊക്കെയാ ചെയ്യാറുണ്ട്? ഐറ്റംസുകളുണ്ട്, വേറെ വേഷങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റികളൊക്കെ ഉണ്ട്. ഈ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ട്. കാലിവിടെ കാണുന്നുണ്ട്, പക്ഷെ ഇതല്ല ഒറിജിനൽ കാല്. ഇത് ഒറിജിനൽ അല്ല. അതായും പറഞ്ഞു, ഇത് ഒറിജിനൽ അല്ല. കാല് പിടിക്കാൻ ചേട്ടാന്നൊക്കെ. എന്ത് എന്ന മട്ടിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്ത്, ഇത് കുറെ കണ്ടിട്ടുള്ള മട്ടിലായിരിക്കുന്നത്. ആ ഭാവം കണ്ടിട്ടേ ഇതൊക്കെ എന്ത് എന്ന മട്ടിലായിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. കുറെ കാലമായോ വരാൻ തുടങ്ങി? 18 കൊല്ലത്തിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ തന്നെ 18 വർഷമായി. 18 വർഷമായിട്ട് ഏത് വേഷമാക്കിയിട്ടാണ്? ഞാന് പച്ചയാണ് അഴിക്കാറ്. ഇപ്പൊ എന്താ വെച്ചാ ചെറിയൊരു ഇത് കാരണം മാസ്കുമ്മ ഗണപതിയാണോ? ഗണപതി. ദുർഗയാണ്. അച്ഛയോ? ദുർഗ രൗദ്രഭാവം അല്ലേ? അതാണ് നമ്മളോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? ദേഷ്യാണോ? ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? ഇഡ്ഡലി കഴിച്ചു. പക്ഷെ ഞാൻ മുഖം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഭക്ഷണം കഴിച്ചില്ലേ ചേട്ടന് വിചാരിച്ചു. എത്ര കാലായി? ഞാൻ 4 വർഷം. 4 വർഷം. ഭദ്രകാളിയിലേക്ക് പോവാം. ഭദ്രകാളി. ഹലോ, ഹാപ്പി ആണോ? പേരെന്താ? എന്റെ പേര് മഹേഷ്. ഇഷ്ടാണോ ഇങ്ങനെ വേഷം? വേഷം ഇഷ്ടമാണ്. ഇതിട്ടിട്ട് എന്താ തോന്നണേ ഇപ്പൊ? ഭദ്രകാളിയുടെ വേഷം ദൈവത്തിന്റെ വേഷമല്ല, അപ്പൊ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി പോലെ. നരസിംഹം ഇതിന്റെ അകത്തൂടെ ആള് കയറിയിട്ടാണ് നടക്കുക. ഇതിനകത്ത് അപ്പൊ അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ അവർക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചത് അതല്ലേ മനസ്സിലായത്? എത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, സന്തോഷത്തിൽ ഒരു സന്തോഷമാണ്. ഓണം ഫുൾ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഫുൾ ഓൺ ആയി. അപ്പോ ഇവര് നഗറിൽ നിന്ന് ഈ ചമയവേഷം നടക്കുന്നിടത്ത് ഓണായി കഴിഞ്ഞു. ഇനി എന്താ? ഇനി ഘോഷയാത്ര തുടങ്ങുകയാണ്. ഘോഷയാത്ര തുടങ്ങുകയാണ്.